നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ ഒരുപാട് നാളത്തെ വിവാദങ്ങൾക്കും അതുപോലെ തന്നെ വിമർശനങ്ങൾക്കും ഒടുവിൽ നവകേരള ബസ് ആദ്യമായി സർവീസ് തുടങ്ങി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു അത്തരത്തിലൊരു തീരുമാനത്തിലെത്തിയത്. കോഴിക്കോട് മുതൽ ബാംഗ്ലൂർ വരെയുള്ള സർവീസാണ് നവകേരള ബസ് നടത്തുന്നത്. തുടക്കം മുതൽ തന്നെ ഈ ഒരു മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മറ്റു മന്ത്രിമാർക്കുമായി സഞ്ചരിക്കുവാനായിട്ട് ഇത്തരത്തിലൊരു ബസ് ഏകദേശം 1 കോടിയിലധികം രൂപ ചെലവഴിച്ചുകൊണ്ട് ഈ ഒരു ബസ് വരുന്നതിന് അല്ലെങ്കിൽ വരുത്തിക്കുന്നതിനെതിരെ വലിയ വിമർശനമായിരുന്നു ഉയർന്നു കേട്ടിരുന്നത്. എന്നാൽ പിന്നീട് ഈ ബസ് ഏറെ ഉപകാരമാകും, ഇത് മ്യൂസിയത്തിൽ വയ്ക്കും, ആളുകൾക്ക് ടിക്കറ്റ് വെച്ച് പ്രദർശന വസ്തുവാക്കും എന്നൊക്കെ തരത്തിൽ പല രീതിയിൽ പല ഭാഗത്തു നിന്നും നിർദ്ദേശങ്ങൾ വന്നിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. ഒടുവിൽ ഇപ്പോൾ ഏതായാലും ബസ് KSRTCയുമായി ചേർന്ന് ഇപ്പോൾ സർവീസ് ആരംഭിച്ചിരിക്കുകയാണ്. അതുവഴി ഖജനാവിലേക്ക് ഒരു വരുമാനം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് നവകേരള ബസ് പേര് മാറ്റി ഗരുഡൻ പ്രീമിയം എന്നാക്കിക്കൊണ്ട് ആദ്യ സർവീസ് തുടങ്ങിയത്. പക്ഷേ നവകേരള ബസ് ആദ്യ സർവീസ് തുടങ്ങിയപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരുന്ന സ്ഥലത്തെ കസേരയിൽ ഇരുന്നത് ഒരു KSUകാരനാണ് എന്നാണ് റിപ്പോർട്ടുകൾ. കോഴിക്കോട് ദേവഗിരി കോളേജിലെ മുൻ KSU റെപ്രസെന്റേറ്റീവും കർണാടക ദാവൽക്കരിയിൽ ക്യാൻസർ ആശുപത്രിയിൽ RSOU അതായത് റേഡിയോളജിക്കൽ സേഫ്റ്റി ഓഫീസറായ അജിൻ ഷാജി വർഗീസാണ് ആ കസേരയിൽ ഇരുന്നത്. മുഖ്യമന്ത്രി ഇരുന്ന് കറങ്ങുന്ന കസേര മാറ്റി പുഷ് ബാക്ക് സീറ്റാക്കിയിരുന്നു. എന്നാൽ മുഖ്യമന്ത്രിയുടെ മുഖത്തേക്ക് വെളിച്ചം കിട്ടുന്നതിന് പ്രത്യേകം ക്രമീകരിച്ച ലൈറ്റ് ഒഴിവാക്കിയിരുന്നില്ല. സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച നവകേരള സദസ്സിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും സഞ്ചരിച്ച ബസ് പൊതുജനങ്ങൾക്കായുള്ള ആദ്യ സർവീസ് ആരംഭിച്ചപ്പോൾ തന്നെ തകരാറിലായി എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇന്ന് പുലർച്ചെ 4:30 കോഴിക്കോട് ബാംഗ്ലൂരു റൂട്ടിലായിരുന്നു ബസിന്റെ കന്നിയോട്ടം. അന്തർ സംസ്ഥാന സർവീസായ ഗരുഡ പ്രീമിയം ആയാണ് സർവീസ് ആരംഭിച്ചത്. എന്നാൽ ആദ്യ യാത്രയിൽ തന്നെ ബസിന്റെ വാതിൽ കേടായി. ഇതോടെ ചരടുകൊണ്ട് വാതിൽ കെട്ടിവെച്ചായിരുന്നു യാത്ര തുടർന്നത്. ഡോറിലെ ഹൈഡ്രോളിക് സംവിധാനം കേടായതോടെ തനിയെ തുറക്കുകയായിരുന്നു. ബലം പ്രയോഗിച്ച് അടച്ച് യാത്ര തുടരാൻ ശ്രമിച്ചെങ്കിലും ഇടയ്ക്കിടെ ഡോർ തുറന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. എന്നാൽ ശക്തമായി കാറ്റടിക്കാൻ തുടങ്ങിയതോടെ കാരന്തൂർ എത്തിയപ്പോൾ ബസ് നിർത്തിയിട്ടു. തുടർന്ന് യാത്രക്കാരുടെ നേതൃത്വത്തിൽ ബാഗിന്റെ വള്ളി ഉപയോഗിച്ച് വാതിൽ കെട്ടിവെച്ചാണ് യാത്ര തുടർന്നത്. പിന്നീട് ബത്തേരി ഡിപ്പോയിൽ എത്തിയതിനു ശേഷമാണ് പ്രശ്നം പരിഹരിച്ചത്. എമർജൻസി എക്സിറ്റ് സ്വിച്ച് ഓണായി കിടന്നതുകൊണ്ടായിരുന്നു ഡോർ ഇടയ്ക്കിടെ തുറന്നത്. ഏപ്രിൽ 30-നാണ് സീറ്റ് ബുക്കിംഗ് ഓൺലൈൻ സൗകര്യം ഏർപ്പെടുത്തിയത്. യാത്രക്കാരിൽ നിന്ന് മികച്ച പ്രതികരണം ലഭിച്ചതോടെ 2 ദിവസം കൊണ്ട് തന്നെ ടിക്കറ്റ് പൂർണ്ണമായി തീർന്നു. ബസ്സിൽ 26 സീറ്റുകളാണുള്ളത്. ഇതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരുന്ന സീറ്റ് ബുക്ക് ചെയ്യാനായിരുന്നു ഭൂരിഭാഗം പേർക്കും താല്പര്യം. സെസ് അടക്കം 1171 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. താമരശ്ശേരി, കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി, മൈസൂരു വഴിയാണ് നവകേരള ബസ് സർവീസ് നടത്തുന്നത്. ബസ്സിലുണ്ടായിരുന്ന ടോയ്ലറ്റും ലിഫ്റ്റും നിലനിർത്തിയിട്ടുണ്ട്. അതേസമയം മന്ത്രിമാർ ഇരുന്ന സീറ്റുകളെല്ലാം മാറ്റി പുതിയ പുഷ് ബാക്ക് സീറ്റുകളാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. വിനോദത്തിനായി ടെലിവിഷനും മ്യൂസിക് സിസ്റ്റവും ബസ്സിനുള്ളിലുണ്ട്. ഇതുകൂടാതെ മൊബൈൽ ചാർജർ സംവിധാനം, ലഗേജ് സൂക്ഷിക്കാനുള്ള സ്ഥലവും ബസ്സിലുണ്ട്. 2013 മുതൽ കോഴിക്കോട് ബാംഗ്ലൂരു മൾട്ടി ആക്സിൽ ബസ് ഓടിക്കുന്ന P ജയ്ഫർ, ഷാജിമോൻ എന്നിവരാണ് റിസർവ് ഡ്രൈവർ കം കണ്ടക്ടർ രീതിയിൽ ബസ് ഓടിക്കുന്നത്. കോഴിക്കോട് ബാംഗ്ലൂരു റൂട്ടാണ് സ്ഥിരം സർവീസ്. നവകേരള സദസ്സിന് ശേഷം ബസ് എന്ത് ചെയ്യണമെന്ന ആലോചനയിൽ അന്നത്തെ ഗതാഗത മന്ത്രിയായിരുന്ന ആന്റണി രാജുവാണ് ബസ് സർവീസിന് വിട്ടു നൽകാമെന്ന് പ്രഖ്യാപിച്ചത്. ഏതായാലും ഇതുവഴി ഒരു വരുമാനം തന്നെ KSRTCക്ക് അല്ലെങ്കിൽ സർക്കാരിന് ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.